പുനഃസംഘടനയിൽ വൻ പൊട്ടിത്തെറി. പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് ചാണ്ടി ഉമ്മൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. കോൺഗ്രസിൽ തർക്കം രൂക്ഷം. മൗനം പാലിച്ച് നേതാക്കൾ. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 ദിവസങ്ങളിലെ തലക്കെട്ടുകളാണിത്. സത്യത്തിൽ കോൺഗ്രസിനുള്ളിൽ മാധ്യമങ്ങളിൽ പറയുന്ന തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ, അതോ അങ്ങനെയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ ഇതെല്ലാം? ഇങ്ങനെ കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർത്ത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് അനുകൂലമാക്കാനുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും പാർട്ടിയെ പിന്താങ്ങുന്ന മാധ്യമങ്ങളുടെയും തന്ത്രങ്ങളാണോ? ഇനി അതുമല്ലെങ്കിൽ കൊത്തിക്കൊത്തി ശബരിമലയിൽ കയറി സ്വർണം കൊത്തിയ കൂട്ടർക്കും അതിന് പിന്നിലുള്ളവർക്കും റെസ്റ്റ് എടുക്കാനുള്ള അവസരമൊരുക്കലോ? എന്തായാലും അതൊരു വശത്ത് തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോഴും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചില വസ്തുതകളുണ്ട്. കോൺഗ്രസിനെ പോലെ ഇത്രയും പ്രമുഖരായ നേതാക്കളുള്ള ഒരു പാർട്ടിയുടെ ഭാരവാഹി പട്ടികയിൽ എല്ലാവരെയും ഒറ്റയടിക്ക് ഉൾപ്പെടുത്തുക എന്നത് പ്രായോഗികമാണോ? അതത്ര എളുപ്പമാണോ? അങ്ങനെയൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് അല്ല ഇനി ഏത് പാർട്ടിയാണെങ്കിലും കൂടുതൽ കാര്യക്ഷമതയും നേതൃത്വ പാഠവുമുള്ളവരെ ആയിരിക്കും പാർട്ടി നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കുക. അത് തന്നെയാണ് ഇവിടെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഭാരവാഹി പട്ടികയിൽ കോൺഗ്രസ് ചെയ്തതും. മാത്രമല്ല KPCC ആദ്യഘട്ട പട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയ ഒരാളെക്കുറിച്ചും ഇതുവരെ യാതൊരുവിധ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ വന്നിട്ടില്ല. അർഹരായ പലരും പുറത്തു നിൽക്കുന്നുണ്ടെന്നത് സത്യമാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ അടുത്ത പുനഃസംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉന്നത നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായും പരിഹാരമാകും. അപ്പോഴും KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചാണ്ടി ഉമ്മന്റെയും അബിൻ വർക്കിയുടെയും പ്രതികരണങ്ങളിൽ തന്നെ ചുറ്റിവലിഞ്ഞ് കോൺഗ്രസിൽ ഭിന്നതയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് ചില മാധ്യമങ്ങളും മറ്റു പാർട്ടികളും. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നൽകാത്തതിലും തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പിതാവിന്റെ 1ാം ഓർമ്മദിനത്തിൽ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് ചാണ്ടി ഉമ്മൻ പരസ്യമായി പറഞ്ഞത്. പാർട്ടി നിലപാട് അംഗീകരിക്കുന്നതിനൊപ്പം തന്റെ അഭിപ്രായം തുറന്നു പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ശൈലി തുടരുകയാണ് അദ്ദേഹത്തിന്റെ മകനും പുതുപ്പള്ളി MLA-യുമായ ചാണ്ടി ഉമ്മനും. ആ നടപടി പിതാവിന്റെ 1ാം ഓർമ്മദിനത്തിലായിരുന്നെന്നും അതാണ് വലിയ സങ്കടം ഉണ്ടാക്കിയതെന്നും ചാണ്ടി ഉമ്മൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നടപടിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് താനെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘടനയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ആളാണ് അബിൻ വർക്കിയെന്നും പരിഗണന വേണ്ടതായിരുന്നെന്നും പരസ്യമായി പറയുമ്പോഴും നേതൃത്വത്തിന്റെ തീരുമാനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. താൻ തന്റെ അഭിപ്രായം പറഞ്ഞു. ഒപ്പം പാർട്ടി നിശ്ചയിച്ച ആളിനെ അംഗീകരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞപ്പോൾ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നത് സത്യമാണ്. പക്ഷെ രോഷമുണ്ടായില്ല. മറ്റൊരു ശബ്ദം സമീപത്ത് ഉണ്ടായതുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുകയായിരുന്നു. താൻ പാർട്ടിക്കൊപ്പമെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഭാഗം ഒഴിവാക്കി ആദ്യം പറഞ്ഞ ഭാഗം മാത്രം കാണിച്ച് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ചാണ്ടി ഉമ്മൻ തന്നെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മുഖമില്ലാത്ത ചിലരാണ് അതിന് പിന്നിൽ. അവർ സൈബർ ആക്രമണങ്ങൾ നടത്തിവരുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണല്ലോ ലക്ഷ്യമെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പാർട്ടി തനിക്ക് അമ്മയെപ്പോലെയാണ്. തീരുമാനങ്ങൾ അംഗീകരിക്കും. വേദനകൾ നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട്. മറ്റ് വിമർശനങ്ങൾക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ പറയുമ്പോഴും വെട്ടിക്കൂട്ടി തിരുത്തിയ വീഡിയോകൾ നിരത്തി ചാണ്ടി ഉമ്മന് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിൽ എന്ത് അതിശോക്തിയാണുള്ളത്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കിയുടെ പ്രതികരണത്തെയും വലിയ അതൃപ്തിയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. പാർട്ടി എന്താവശ്യപ്പെട്ടിട്ടുണ്ടോ അത് മാത്രമാണ് ചെയ്തത്. പേരിനൊപ്പം കോൺഗ്രസ് എന്നുകൂടി വരുമ്പോഴേ ഒരു മേൽവിലാസം ഉണ്ടാകുകയുള്ളൂ എന്നാണ് കരുതുന്നത്. ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്ന് അബിൻ വർക്കി പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടി വിവിധ ഘടകങ്ങൾ പരിശോധിച്ചെടുത്ത തീരുമാനമാണെന്നും അത് തെറ്റാണെന്ന് താൻ പറയില്ലെന്നും പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് തനിക്കുള്ളതെന്നും അബിൻ വർക്കി അടിവരയിട്ട് പറയുന്നുണ്ട്. അബിൻ വർക്കിയുടെയും ചാണ്ടി ഉമ്മന്റെയും വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് ഇരുവരും കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പമുണ്ടെന്നും തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ടെന്നുമാണ്. ഇവിടെ സ്ഥാനമല്ല, മറിച്ച് ഒരു സ്ഥാനമില്ലെങ്കിലും സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി നിൽക്കാനുള്ള മനസ്സാണ് വേണ്ടതെന്ന് തെളിയിക്കുകയല്ലേ ഇരു ചെറുപ്പക്കാരും. പാർട്ടി എന്താണോ കൽപ്പിച്ചു തരുന്നത് അത് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ
നിറവേറ്റാൻ മാത്രമാണ് ശ്രമിക്കേണ്ടത്. പാർട്ടിയോട് അഭ്യർത്ഥിക്കാനും അഭിപ്രായം പറയാനുമുള്ള എല്ലാവിധ അവകാശങ്ങളും പ്രവർത്തകർക്കുണ്ട്. അത് മാത്രമാണ് ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും പരസ്യമായി ചെയ്തത്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പേ ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും പോലെ വേട്ടയാടപ്പെട്ടവനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മുൻ MLA PV അൻവർ വാശി പിടിക്കുകയും ജോയിക്ക് പിന്തുണ നൽകുമെന്ന തീരുമാനം PV അൻവർ ഔദ്യോഗികമായി നേതാക്കളെ അറിയിച്ചതും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പക്ഷെ അന്ന് ആര്യാടൻ മുഹമ്മദിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്തിനെയാണ് കോൺഗ്രസ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. എന്നാൽ അന്ന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ തനിക്ക് ഒരു മോഹഭംഗവും ഇല്ലെന്നും പാർട്ടിയുടെ തീരുമാനം ഏതാണോ അതിൽ പൂർണ്ണമായും അംഗീകരിക്കുമെന്നും പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനായി വോട്ട് ചോദിക്കാനും മറ്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മുൻനിരയിൽ നിന്നതും ഇതേ VS ജോയിയാണ്. പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കില്ലെന്ന VS ജോയിയെ പോലുള്ള നേതാക്കളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ഇല്ലാത്ത വിഷയം ഊതി പെരുപ്പിക്കേണ്ടെന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞതും. ഇതൊന്നും മനസ്സിലാക്കാതെ കേവലം നേതാക്കളുടെ അഭിപ്രായങ്ങൾ വെട്ടിക്കൂട്ടി വളച്ചൊടിച്ച് വിമർശനങ്ങളുടെ രൂപത്തിലാക്കി രാഷ്ട്രീയ ഭിന്നത എന്ന ലേബലിൽ ജനങ്ങൾക്ക് മുമ്പിൽ വിളമ്പി ആത്മസംതൃപ്തി നേടുന്ന ഇടതുപക്ഷത്തെയും സൈബർ ഹാൻഡിലുകളുടെയും പത്രപ്രവർത്തകരുടെയും ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.